ലാലേട്ടൻ്റെ മകള് കുറിച്ചാ രണ്ടുപേരും കൊള്ളാം. ലക്ഷ്മി ചേച്ചിയും കൊള്ളാം, അനന്ത് ചേട്ടൻ്റെ മോനും കൊള്ളാം. അടിപൊളി. പൊളി ഡയറക്ഷനും പൊളി വർക്ക്. കുറേ നാൾക്ക് കിള്ളം പറഞ്ഞത്. താങ്ക് യു. നമ്മുടെ ഫുൾ ടീമിന് ഇഷ്ടപ്പെട്ട പടം. നിങ്ങളുടെ നെക്സ്റ്റ് ഇവിടെ നമ്മുടെ പടം വരാൻ പോകുന്നു. അതിന്റെ ഒരു പ്രൊഡ്യൂസറാണ് ഇരിക്കുന്നത്. പ്രൊഡ്യൂസറെ കൈ കൊണ്ട് നടക്കുന്നില്ലേ? ഓടിപ്പോയാലോ? ശരി. മാർഷൽ ആർട്സ് പഠിച്ച് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇടുപ്പനിടി എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു ആക്ഷൻ ഉണ്ട്, തകർത്തിട്ടുണ്ട് കേട്ടോ. ഫാമിലി പടമാണ്. ഒരു ഫാമിലിയായിട്ട് വന്നാൽ അടിപൊളിയായിട്ട് ആസ്വദിച്ച് പോകാം. പിള്ളേർക്കൊക്കെ കാണാൻ പറ്റുന്ന അടിപൊളി നോട്ടോ. ക്ലൈമാക്സ് കളിക്കിട്ടുണ്ട്, പുള്ളിക്കാരത്തിന് ആക്ഷൻ കളിക്കിട്ടുണ്ട്. ആ പഠിച്ചതിന് പുള്ളി കാണിക്കാൻ പറയാം. നല്ലൊരു മാർഷൽ ആർട്സ് പഠിച്ച് പെണ്ണാന്ന് അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രവിക്കൊക്കെ ഒരു മറുപടി, മറ്റേ രവി ഉണ്ടല്ലോ, ആ രവിക്കൊക്കെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ. കിടിലൻ രവീന്ന് പറയുന്നത് കേട്ടോ. വിസ്മയിപ്പിച്ചു. നന്നായിട്ടുണ്ടായിരുന്നു. നല്ലതാണ്. പ്രേക്ഷകർക്ക് ഒരു കുടുംബ പടമാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന പടം. തുടങ്ങുന്നത് അവസാനം വരെ കാണാം. ഒരു കുഴപ്പമില്ല. ജൂഡ് ആന്റണി എന്തായാലും ആ വിശ്വാസം കാത്തും. യെസ്. ഒരു കഥ കൂടിയാണ്. അത് സ്ത്രീസിൻ്റെ, അതായത് സമൂഹത്തിലെ ഇതിനൊക്കെയുള്ള ഇങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ് കൂടിയാണ്. ഫാമിലിയായിട്ട് ചേർന്ന് കണ്ടിരിക്കാതെ ഇതിൻ്റെ ഗംഭീരമായ തുടക്കം തന്നെയാണ് ഗംഭീരമായി ഇല്ലാത്ത അത് ലാലേട്ടനെ കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ജാമിയാണ്. ആ സിനിമക്കാർക്ക് അദ്ദേഹത്തിന് ഒരു റോളുണ്ട്. ആ റോളെന്നാണ് ഞാൻ പറയുന്നത്. ആ റോളിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പോലെ തന്നെയാണ് ലാലേട്ടനെ സിനിമക്കാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ വെറുതെ അല്ല മകളായതുകൊണ്ട് വന്ന് അഭിനയിച്ചതല്ല. ആ സിനിമക്കാർക്കുള്ള റോള് അത് അദ്ദേഹത്തിന് രണ്ട് സീനുകളുള്ളൂ. അത് രണ്ടും ഗംഭീരമായിട്ട് തിയേറ്ററിനകത്ത് ലാലേട്ടൻ്റെ ആരാധകർക്ക് ആഘോഷിക്കുന്ന രീതിയിൽ തന്നെ ജൂഡ് ആ സീനുകളും ഇതാക്കിയിട്ടുണ്ട്. എന്നാലും വിസ്മയുടെ തുടക്കം എന്തായാലും ഒരു ഗംഭീരമായ തുടക്കം തന്നെയാണ്. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് വിസ്മയുടെ ഒരു ഗംഭീര തുടക്കം തന്നെയാണ് എനിക്കെടുത്ത് പറയാം. പിന്നെ ലാലേട്ടൻ്റെ ക്യാമിയോ തൂക്കി എന്ന് പറയാം. ഫൈറ്റൊക്കെ കിട്ടും, രക്ഷയില്ല. നല്ലൊരു പ്രത്യേകിച്ച് ലാസ്റ്റത്തെ ഫൈറ്റൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ലാലേട്ടൻ്റെ കഫയിലെ ഫൈറ്റ് കിട്ടുമായിരുന്നു. നമ്മൾ നേരത്തെ റൂമറെ കേട്ട പോലെ തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ മഴ പോയി കണ്ടു. ഞെട്ടിച്ചു. വിസ്മയുടെ ഒപ്പം ആൻറ്റിബമാസാണ് മോൻ്റെ ഞെട്ടിച്ചെന്ന് പറയാം. കിട്ടില്ല. അടിപൊളിയാണ്. ഓണം തൂക്കും. വിസ്മയ മോഹൻലാലിന്റെ മാർഷൽ ആർട്സ് അടിപൊളി. ജേക്സ് ബിജോയുടെ മ്യൂസിക് നല്ലപോലെ പടത്തിനെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. മോഹൻലാലും വിസ്മയും കൂടെ കാണാൻ ഭയങ്കര ഒരു നല്ലൊരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ജേക്സ് ബിജോയുടെ മ്യൂസിക് നല്ലപോലെ എലിവേറ്റ് ചെയ്യുന്നുണ്ട് ഫിലിമിനെ. ഡയറക്ഷൻ നല്ല ഡയറക്ഷനാണ്, നല്ല ടൈറ്റ് ഡയറക്ഷനാണ്. പ്ലസ് ഇവർ 3 പേരുടെയും പടം തിരുനോട്ടം, ആദി ആൻഡ് തുടക്കം എല്ലാത്തിൻ്റെ മീനിങ് തന്നെയാണ്. സോ ദാറ്റ്സ് എ വെരി ബിഗ് കോഇൻസിഡൻസ്. ആൻഡ് ഐ റിയലി ഇനി സുചിത്ര ചേച്ചിയോടെ വന്നായിരുന്നെങ്കിൽ എല്ലാ മൂവി കംപ്ലീറ്റ് ആകുന്ന പോലെ ഒരു തോന്നൽ എനിക്ക് തോന്നി.